ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒത്തുകൂടുവാൻ കർത്താവ് ഒരുക്കിയ വിലയേറിയ സാവകാശത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് എബ്രായ ലേഖനം പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 വരെയുള്ള വേദവാക്യങ്ങളാണ്. ഇന്ന് നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 5-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങളാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സസ് 14 ടു 5 വേഴ്സസ് 14. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഭാഗത്തെ തിമാറ്റിക്കലായിട്ടെടുത്ത് ഒരാശയത്തെ, ഒരു സന്ദേശത്തെ ഒരുമിച്ചെടുത്താണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതിനെ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം, ഒന്ന് മനനം ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, മോശയിലും ശ്രേഷ്ഠൻ, യോശുവയിലും വലിയവൻ. ഇനി നമ്മൾ കിടക്കുന്നത് യേശു മഹാപുരോഹിതന്മാരിലും അല്ലെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്നവരെക്കാൾ വലിയവനാകുന്നു എന്നൊരു സന്ദേശമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ എബ്രായ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഓർപ്പിച്ചിട്ടുള്ളതുപോലെ, ഒരു സന്ദേശം നൽകിയതിന് ശേഷം യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗൂടെ അതിന് പിന്നാലെ ലഭിക്കുന്നുണ്ട്. ആ വാണിംഗ് നമുക്ക് നൽകുന്നത് യേശു ദൂതന്മാരെക്കാൾ വലിയവനാകുന്നുവെങ്കിൽ യേശു പറഞ്ഞ വാക്കിനെ നാം എത്രയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ആ 2-ാം അധ്യായം നമ്മൾ കാണുന്ന ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി. ഇങ്ങനെ ഓരോ അധ്യായങ്ങളിലും നമ്മെ ഓരോ സന്ദേശങ്ങൾ നൽകി അതിനോട് ചേർന്ന ഒരു വാണിംഗും നൽകിയാണ് പോകുന്നത്. ദൂതന്മാരെ കുറിച്ചുള്ള പഠനത്തിന് ശേഷം പറയുന്നു, വഴി തെറ്റരുത്, നാം ഒരിക്കലും തെറ്റായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യരുത്. മോശയെക്കുറിച്ച് ഉള്ള പഠനത്തിന് ശേഷം നമ്മൾ കാണുന്നു, അവിശ്വാസത്തിനെതിരായ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ റെസ്റ്റ്, ദൈവത്തിൻ്റെ വിശ്രമം, ദൈവത്തിൻ്റെ റെസ്റ്റ്, സബത്ത് എന്നതിനെ പറ്റി പറഞ്ഞിട്ട് അവിടെ കാണുന്നത്, നാമും ഇങ്ങനെ ഒരു വലിയ റെസ്റ്റ് നമുക്ക് ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മളിൽ ആർക്കും അത് ലഭിക്കാതെ പോകരുത് എന്നൊരു വാണിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. മഹാപുരോഹിതനായ യേശുവിനെ കുറിച്ചുള്ള പഠനത്തിന് ശേഷം ഒരു ആത്മീയ പക്വതയില്ലായ്മയിലേക്ക് നാം ആരും പോകരുതെന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇനി നമുക്ക് 4-ന്റെ 14-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് സാധാരണ യഹൂദന്മാരുടെ ഒരു മഹാപുരോഹിതനെ ചിത്രീകരിക്കുന്ന പോലെയല്ല. ബൈബിളിൽ പുരോഹിതനെന്നും മഹാപുരോഹിതനെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷിപ്പാനായി തിരഞ്ഞെടുക്കുന്ന പുരോഹിതന്മാരുണ്ട്. എന്നാൽ അവരിൽ ശ്രേഷ്ഠനായവനെ അവരുടെ എല്ലാം റാങ്കുകളുടെ മുകളിൽ വർഷത്തിലൊരിക്കൽ സകലരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ ശുശ്രൂഷയ്ക്കായി നിയമിച്ചിരിക്കുന്ന ഒരുവനാണ് മഹാപുരോഹിതൻ. അതിൻ്റെ തുടക്കം അഹരോന്റെ ശുശ്രൂഷയോടുകൂടെ. അഹരോനാണ് ആ ശുശ്രൂഷ ആദ്യമായി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് പ്രീസ്റ്റ് എന്നോ ഹൈ പ്രീസ്റ്റ് എന്നോ അല്ല നമ്മളിവിടെ കാണുന്നത്. വി ഹാവ് എ ഗ്രേറ്റ്
ഹൈ പ്രീസ്റ്റ്, നമുക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഈ ഭാഗത്ത് യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിളിക്കാനുള്ള കാരണം, നമ്മൾ യഹൂദന്മാരുടെ ചരിത്രത്തെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണ സമയത്ത്, ഏകദേശം അത് AD 33 എന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുന്ന സമയത്ത് അതുവരെ മഹാപുരോഹിതൻ മാത്രം കടന്നു എന്ന് കണ്ടിരുന്നതായ ആ മോസ്റ്റ് ഹോളി പ്ലേസിനെ, അവിടെ ഇട്ടിരുന്ന തിരശീല മുകൾ തൊട്ട് താഴെ വരെ കീറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ അവിടെ സംഭവിച്ച കാര്യം, അതുവരെ സാധാരണ ജനത്തിനെ കാണുവാൻ കഴിയാതിരുന്ന ഒരിടത്തെ യേശുവിൻ്റെ കാൽവറി മരണത്തിലൂടെ പ്രകടമായി തീർന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുമ്പോൾ AD 70 വരെയുള്ള കാലഘട്ടത്തിൽ നോക്കണം, ഏതാണ്ട് 37 more years അവർ ഇതിനെ തുന്നി തയ്ച്ചൊക്കെ ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാകാം, വീണ്ടും ആ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ AD 70 ശേഷം കാണുന്നത് ആലയം പൂർണ്ണമായി, തിരശ്ശീല മാത്രമല്ല കീറിയത്, ആലയം പൂജിപ്പിക്കപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ മഹാപുരോഹിതൻ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷ അവർക്ക് ഇതുവരെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിൻ്റെ സകലരുടെയും പാപത്തിനായിട്ടുള്ള ഒരു യാഗവും, ആ യാഗം അർപ്പിച്ചതിന് ശേഷം മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ വിശുദ്ധ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് കടന്നു പോകുന്നതായ ആ ശുശ്രൂഷ ഇതുവരെയും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം നോക്കണം, നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്, യേശുവിൻ്റെ ശുശ്രൂഷ ഒരു ഹൈപ്രീസ്റ്റിൻ്റെ ശുശ്രൂഷയ്ക്കും അപ്പുറം ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അവിടെ ആ പദപ്രയോഗത്തിൽ തന്നെ ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ എനി ഹൈ പ്രീസ്റ്റ്, ഏതൊരു വലിയ പുരോഹിതനിലും വലിയവനാണ് യേശു എന്നൊരു സന്ദേശമാണ് ഈ 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്, ആ വാക്യം നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കും ഇങ്ങനെയാണ്, therefore since we have a great high priest who has passed through the heavens, നോക്കണം, നമുക്കുള്ള മഹാപുരോഹിതൻ ആകാശത്തിലൂടെ എന്ന് കൊടുത്തിരിക്കുന്നതിനെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു സ്വർഗങ്ങളിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷയിലൂടെ മഹാപുരോഹിതൻ പഴയ നിയമത്തിൽ ചെയ്തിരുന്ന ശുശ്രൂഷ ജനത്തിന്റെ എല്ലാം റെപ്രസെന്റേറ്റീവായി ദൈവത്തിന്റെ പവിത്രമായ ഇടത്തെ ഭൂമിയിൽ പ്രതിദാനം ചെയ്യുന്ന മോസ്റ്റ് ഹോളി പ്ലേസിൽ ചെന്ന് അർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമാണ് അതിപവിത്രമായ സ്ഥലം. അപ്പോൾ ഈ അതിപവിത്രമായ സ്ഥലം ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിട്ടാണ്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഏതെങ്കിലും ഒരു ടൈപ്പിലേക്ക് കടന്നു പോയവനോ ഏതെങ്കിലും കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നിടത്തേക്ക് കടന്നു പോകുന്നോ അല്ല, സാക്ഷാൽ ദൈവമായിരിക്കുന്ന ദൈവത്തിന്റെ ഇടത്തേക്ക് തന്നെ കടന്നു ചെന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം കഴിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അപ്പം എഴുത്തുകാരൻ ഇവിടെ വെറുതെ യേശു നമുക്കൊരു മഹാപുരോഹിതനുണ്ടോ എന്ന് പറയുകയല്ല, നമുക്ക് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ഉള്ളത്.
ആ മഹാപുരോഹിതന്റെ പ്രത്യേകത, അവൻ സ്വർഗതലത്തിലൂടെ കടന്നുപോയൊരു മഹാപുരോഹിതനാണ്. ഭൂമിയിലെ ഒരു മഹാപുരോഹിതനും ഇങ്ങനെ കടന്നു പോകുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. അത് നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് എടുക്കുന്ന മഹാപുരോഹിതന്മാരുടെ സ്വഭാവവും അവരുടെ കഴിവില്ലായ്മയും ഒക്കെ പ്രകടമാക്കുന്ന വേദവാക്യങ്ങൾ 5-ാം അധ്യായത്തിലുണ്ട്. നമുക്കത് ഇന്ന് തന്നെ നമുക്ക് നോക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, യേശു മഹത്തായ ഒരു മഹാപുരോഹിതനാണ്. ഭൂമിയിലെ മഹാപുരോഹിതന്മാരെല്ലാം ഭൂമിയിലെ ദേവാലയത്തിലാണ് ശുശ്രൂഷ ചെയ്തത്. അപ്പം യേശു എന്ത് ചെയ്തു? അവൻ സ്വർഗതലത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് നമുക്ക് നമ്മൾ പിടിച്ചിരിക്കുന്ന സ്വീകാര്യം, ആ കൺഫെഷൻ, നമുക്ക് കൺഫെഷൻ എന്ന സ്വീകാര്യം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് കൺഫെഷൻ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമ്മളതിനെ ഏറ്റു പറയുകയാണ്, എനിക്കൊരു നല്ല മഹാപുരോഹിതൻ ഉണ്ട്. ഈ പഴയ നിയമത്തിലൊക്കെ ഈ പാരമ്പര്യത്തിലും അവർക്കുള്ളതിലെല്ലാം അവർ ഏറ്റു പറയുന്ന ഒരു രീതിയുണ്ട്. അവർക്കുള്ളതിലെല്ലാം അവർ പ്രശംസിക്കുമായിരുന്നു. അവർക്ക് പാപം ചെയ്തവന് പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ഒരു പുരോഹിതനുണ്ട്. പാപം ചെയ്യുന്നവന്റെ ഉള്ളിലേക്ക് വരുന്നത്, എൻ്റെ ഈ പാപത്തിന് ഒരു പരിഹാരകനുണ്ട്. നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചതാണ്, ആദം മുതൽ മോശ വരെ പാപം ഈ ഭൂമിയിൽ വാണു. ആദം മുതൽ മോശ വരെ ഉണ്ടായിരുന്ന മാനവരാശിയിൽ അതുവരെ നിയമമില്ലായിരുന്നത് കൊണ്ട് പാപം എന്താണെന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്നില്ല. അവരുടെ എല്ലാം മുമ്പിൽ ഒറ്റ പാപമേ ഉള്ളായിരുന്നു. ആ പാപം ആദം ചെയ്ത പാപം മാത്രമാണ്. ആദം മാത്രം അനുസരണക്കേട് കാണിച്ചു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കാലത്ത് ഒരു പാപം ഉണ്ടായി. അതല്ലാതെ ബാക്കിയുള്ള ആളുകൾ ഒന്നും ചെയ്യുന്നത് പാപമായിട്ട് കാണപ്പെട്ടതേ ഇല്ല. കാരണം നമ്മൾ അത് റോമാലേഖനത്തിൽ പഠിച്ചത്, നിയമമില്ലാത്തടത്ത് പാപം കണക്കിടപ്പെടുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാർ നമ്മൾ കാണുന്നത് മോശയ്ക്ക് ശേഷമാണ് വരുന്നത്. മോശയിലൂടെയാണ് ന്യായപ്രമാണം ലഭിക്കുന്നത്. മോശയിലൂടെ ന്യായപ്രമാണം ലഭിച്ചിട്ട് ആ ശുശ്രൂഷ മഹാപുരോഹിതൻ ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, നിയമം ലഭിച്ചു. നിയമം ലഭിച്ചപ്പോൾ സംഭവിച്ചത്, നിയമത്തിലൂടെ പാപത്തെ കണ്ടു. ഒരുവൻ പാപം ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് വരുന്നത്, എനിക്കൊരു പുരോഹിതനുണ്ട്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരത്തിനായി കടന്നു പോകുവാൻ കഴിയുന്ന ഒരു പുരോഹിതൻ എനിക്കുണ്ട്. പക്ഷേ എന്നേക്കുമായി അവരുടെ പാപത്തിന് പരിഹാരം നൽകുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു, ഇതാ നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതന്റെ പ്രത്യേകത, അങ്ങനെ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശത്തിലൂടെ സ്വർഗത്തിലൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്ന ആ കൺഫെഷൻ, നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ സ്വീകാര്യം, നാം എന്ത് ചെയ്യുക? നമ്മളതിനെ മുറുകെ തന്നെ പിടിക്കുക. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. നമ്മളവിടെ കാണുന്നു, അടുത്ത ആ ഭാഗത്തിൽ തന്നെ പറയുന്നത് 15-ാമത്തെ വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമുക്കുള്ളത്. ഇതെല്ലാം പറയുന്നത് 5-ാം അധ്യായത്തിൻ്റെ ഒരു ഇൻട്രഡക്ഷനായിട്ടാണ് ഇത് പറയുന്നത്. 5-ാം അധ്യായത്തിൽ നമ്മളതിനെ കാണുന്നുണ്ട്, ഭൂമിയിലുള്ള മഹാപുരോഹിതൻ്റെ അവസ്ഥ എന്താണ്. ഇപ്പം നമ്മുടെ മഹാപുരോഹിതൻ, നമ്മുടെ മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണത്തിലൂടെ മോശയ്ക്ക് ശേഷം ലഭിച്ച മഹാപുരോഹിതന്മാർ, അവർ മഹാപുരോഹിതന്മാർ മാത്രമാണ്. സോ നമുക്കുള്ളത് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ന്യായപ്രമാണത്തിന് ശേഷം അവർക്ക് ലഭിച്ച മഹാപുരോഹിതന്മാർ, അവർ
ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തവരാണ്. എന്നാൽ നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു മഹാപുരോഹിതനാണ്. അടുത്ത കാര്യം, ഭൂമിയിലുള്ള മഹാപുരോഹിതന്മാർക്ക് സഹതാപം കാണിക്കാൻ പരിമിതികളുണ്ട്. പക്ഷെ ഈ മഹാപുരോഹിതൻ, നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല. അവിടെ നമുക്ക് ഒത്തിരി കാര്യം കാണാൻ പറ്റും. യേശു നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നവനാണ്. നമ്മുടെ ദുഃഖം, വേദന, നമ്മുടെ ജീവിതത്തിലുള്ള പരീക്ഷകൾ എല്ലാം അവൻ അനുഭവിച്ചവനാണ്. അവൻ എല്ലാറ്റിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അപ്പോൾ നമ്മളത് കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാൻ പോവുകയാണ്. ഒന്ന്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. കാരണം പാപമൊഴികെ, ശ്രദ്ധിക്കണം, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അത് നമ്മുടെ മനസ്സിൽ ചോദ്യം വരും, മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച യേശു പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പം യേശു പാപം എന്ന വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശു ആദാമ്യ രീതിയിൽ ജനിച്ചവനല്ല. ഒന്നാമത്തെ ആദാമിൻ്റെ ടൈപ്പായി വന്നിട്ടുള്ള നാം ഓരോരുത്തരും ആദാം ചെയ്ത ആ തെറ്റിൻ്റെ ഫലമായ മരണത്തെ വഹിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജനനം മാത്രമല്ല നടക്കുന്നത്, ഒരു മരണം കൂടെ പിറക്കപ്പെടുകയാണ്. ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടെ ആ കുഞ്ഞിൽ ഒരു മരണവും ഉണ്ടാകുന്നു. മരണമില്ലാതെ ഭൂമിയിൽ ജനിക്കുന്നവരായി ആരുമില്ല. പക്ഷേ മരണമില്ലാതെ ഈ ഭൂമിയിൽ, മരണത്തിന് സ്വാധീനമില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച ഏകൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ അവിടെ ചോദ്യം വരുന്നു, എങ്ങനെയാണ് യേശു മരിച്ചത്? യേശു മരിച്ചത് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയോ താൻ പാപത്താൽ പരീക്ഷിക്കപ്പെട്ടത് കൊണ്ടോ അല്ല യേശു മരിച്ചത്. നമ്മുടെ പാപങ്ങളെ, മാനവരാശിയുടെ പാപത്തെ അവൻ ചുമന്നു. നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു. അവൻ്റെ നീതിയെ നമുക്ക് നൽകി. അങ്ങനെ നമ്മെ നീതീകരിച്ചു. അവൻ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. അപ്പം യേശു പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. നമ്മളിപ്പോൾ പാപത്തിൽ പല മേഖലകളിൽ പരീക്ഷിക്കപ്പെടും. നമ്മളൊരു വഴി കാണുമ്പം നമുക്കറിയത്തില്ല ശരിക്കും ഈ വഴി ദൈവഹിതപ്രകാരമുള്ള വഴിയാണോ അല്ലയോ. നമ്മൾ ചിലപ്പോൾ അതിലൊക്കെ ട്രാപ്ഡായി പോകും. അയ്യോ, നമ്മൾ വീണു പോകും. പക്ഷെ യേശുവിൻ്റെ അരികിൽ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങൾ കടന്നു വന്നു. അനേകർ യേശുവിനെ രാജാവാക്കുവാൻ വന്നു. യേശു അവിടെ വീണില്ല. യേശുവിനെ നല്ല വാക്കുകൾ പറഞ്ഞ് ആളുകൾ നല്ല ഗുരു എന്നൊക്കെ വിളിക്കുമ്പോൾ യേശു അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോയില്ല. മനുഷ്യരിലുള്ളത് എന്തെന്ന് അവനെ അറിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ ചില വാക്കുകളുടെയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനുഷികമായി നമ്മൾ വീണു പോകുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാനോ നമുക്കിതിനെ തരംതിരിച്ച് മനസ്സിലാക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത് പലപ്പോഴും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, പാപം ഒഴികെ സകലത്തിലും യേശു നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. യേശു വേദന അനുഭവിച്ചു. യേശു ക്രൂശിൽ കിടന്നപ്പോൾ യേശു സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന അതേ വേദനയാണ് യേശുവിനും ഉണ്ടായത്. പക്ഷെ തിരിച്ചറിയണം, അവിടെ എന്തില്ലായിരുന്നു? അവിടെ കൊടുത്തിരിക്കേണ്ട ഒരു പദം, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. അപ്പം നമ്മുടെ മഹാപുരോഹിതൻ്റെ പ്രത്യേകത, ഹീസ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ആണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അതിന് കാരണം പറഞ്ഞു, പാപമൊഴികെ സകലത്തിലും
നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പം നമ്മൾ ഈ കൃപാസനത്തിന്, നമ്മൾ ഈ പഴയ നിയമത്തിൽ ഒരു മേഴ്സി സീറ്റ് ഉണ്ട്. ന്യായപ്രമാണ കർത്താവ് നൽകിയ ന്യായപ്രമാണം വെച്ചിരിക്കുന്ന പെട്ടകം, അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കെരൂബുകൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുന്ന രീതിയിൽ ചിറക് വിരിച്ച് നിൽപ്പുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തെയാണ് കൃപാസനം, കൃപ. അപ്പം ആ മേഴ്സി സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപുരോഹിതന്മാർ കടന്നു ചെന്ന് താൻ റെപ്രസെന്റ് ചെയ്യുന്ന ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നിൽക്കുന്ന ഇടമാണ്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ കടന്നുപോയത് അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രത്യേക രൂപത്തിൻ്റെ അരികിലേക്കല്ല, സാക്ഷാൽ പിതാവായിരിക്കുന്ന ലിറ്ററൽ പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് കടന്നുപോയത്. അതുകൊണ്ട് നമ്മളെയും വിളിക്കുന്നത് വീണ്ടും ആ പാരമ്പര്യത്തിൻ്റെ രീതിയിലേക്കും ചടങ്ങിലേക്കും പോകുന്നതിലേക്കല്ല നമ്മളെ വിളിക്കുന്നത്. അവിടെ നമുക്ക് മധുബഹയില്ല, അവിടെ നമുക്ക് കർട്ടനില്ല, അവിടെ നമുക്ക് കുരിശില്ല, അവിടെ നമുക്ക് മറ്റു മാലകളോ രൂപങ്ങളോ ഒന്നുമില്ല. അവിടെ നമുക്കുള്ളത് സാക്ഷാൽ പിതാവായ ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മളെയും വിളിക്കുന്നത് അങ്ങോട്ട് കടന്നു പോകുവാനാണ്. നോക്കണം, ഭൂമിയിലെ ഒരു മഹാപുരോഹിതനും ആരെയും ഇങ്ങനെ കൃപയുടെ ഒരു സീറ്റിലേക്ക് ആഹ്വാനം ചെയ്യാൻ കഴിയത്തില്ല. ആളുകൾ പറയും ഞങ്ങളുടെ ഒരു വിഷയമുണ്ട്, മഹാപുരോഹിതൻ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കടന്നു പോകാം. പക്ഷെ ഈ മഹാപുരോഹിതൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് നമ്മെ താൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, നോക്കണം, നമുക്കോരോരുത്തർക്കും ധൈര്യത്തോടെ, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഏതൊരു മഹാപുരോഹിതനും വളരെ വിറച്ച് ഭയത്തോടെയാണ് ആർക്കും അവൻ അവിടെ വീണ് മരിച്ചു പോയാൽ പോലും അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോലും കയറി ചെല്ലാൻ പറ്റത്തില്ല. അവൻ്റെ വസ്ത്രത്തിലുള്ള മണി അവൻ അനങ്ങി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശബ്ദം പുറത്തു നിൽക്കുന്നവർക്ക് കേൾക്കാം, അവൻ ജീവനോടെ ഉണ്ട് എന്നറിയുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുകയാണ്, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അവൻ നമ്മെ ആ സ്ഥലത്തു നിന്നും അകറ്റി നിർത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോകാമെന്നല്ല പറയുന്നത്. ധൈര്യത്തോടെ, നമുക്ക് എവിടാണ് ധൈര്യത്തോടെ കടന്നു പോകാൻ പറ്റുന്നത്? നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരാളോ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന ഒരാളോ ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. ഞാൻ ഒരിക്കലൊരു കഥയാണ് ഒരു പക്ഷേ ഒരു സംഭവമായിരിക്കാം. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ താൻ നടന്നു. കരയിൽ നിന്നവർ ആദ്യം ഒന്ന് ഭയപ്പെട്ടു, ഈ വെള്ളത്തിലേക്ക് ഇവൻ വീണാൽ എന്ത് സംഭവിക്കും? ഇവൻ ഒന്ന് നടന്നു, അക്കരെ ചെന്നു, അവൻ വീണ്ടും മടങ്ങി വന്നു. അവൻ മടങ്ങി വന്നിട്ട് ആളുകളെല്ലാം അവനെ കരം കൊട്ടി അവനെ അഭിനന്ദിക്കുകയാണ്. അവൻ ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർക്ക് എന്നോട് കൂടെ ഈ കയറിൻ്റെ മുകളിലൂടെ നടക്കാൻ കഴിയും? ആർക്കും പറ്റത്തില്ല. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിയത്തില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ബാലൻസ് കിട്ടത്തില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഒരു സ്റ്റിക്ക്, ഒരു വടി ഉണ്ടായിരുന്നല്ലോ, ആ വടി വെച്ചാണല്ലോ ഞാൻ നടന്ന് മുമ്പോട്ട് പോയത്. ഇനിയും ആ വടി ഞാൻ മാറ്റി നിങ്ങളിൽ ഒരാളെ എൻ്റെ കഴുത്തിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാം. നിങ്ങളിൽ എത്ര പേര് ധൈര്യപ്പെടുന്നു? ഇതുവരെ കൈ കൊട്ടിക്കൊണ്ട് മുൻപോട്ട് നിന്ന പലരും അവർ കൈകൊട്ട് നിർത്തി. എന്നെ ഇനി വിളിച്ചാൽ എന്തായിത്തീരുമെന്നുള്ള ഭയത്തോടെ എല്ലാവരും മാറിപ്പോയി. അവിടെ നിന്ന് വളരെ വളരെ യങ്ങായ ഒരു പൈതൽ, ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ നമുക്ക് വേണമെങ്കിൽ പറയാം, അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ ധൈര്യപ്പെടുന്നു. അവൻ ആ മനുഷ്യന്റെ തോളത്ത് കഴുത്തിലിരുന്നു.
അവനുമായിട്ട് പോകുന്ന കണ്ടപ്പോൾ ആളുകൾ ആദ്യം അല്പം ഭയപ്പെട്ടു. ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ പൈതലിനെ അവൻ തള്ളിയിടുമോ? അവസാനം ഇദ്ദേഹം അക്കരെ പോയി. ഇദ്ദേഹം അവിടെ ഇറങ്ങി തിരിച്ചു വീണ്ടും വന്നു. അപ്പൊ ആളുകളെല്ലാം ചോദിച്ചു, ആ മോനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യം കിട്ടി ഈ മനുഷ്യന്റെ കൂടെ അവൻ വിളിച്ചപ്പോൾ കടന്നു പോകാൻ? അവൻ പറഞ്ഞു, ഇദ്ദേഹം എൻ്റെ ഒരു സാധാരണ മനുഷ്യനല്ല, ഇദ്ദേഹം എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവിനെ എനിക്കറിയാം. എന്നെ ഒരിക്കലും വെള്ളത്തിൽ തള്ളിയിടില്ല എന്നും ഇദ്ദേഹം എന്നെ അക്കരെ കൊണ്ടുപോയി ഇക്കരെ തിരിച്ചു കൊണ്ടുവരുവാൻ, എന്നെ കാക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് എനിക്ക് അറിയാം. ഇതുതന്നെയാണ് ദൈവമക്കളെ, നമ്മളൊരു സുരക്ഷിതമായ കരത്തിലാണ് ആയിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം എപ്പോഴും നമ്മെ ഭരിക്കണം. എൻ്റെ ഭാവി, എൻ്റെ വഴികൾ എല്ലാം കർത്താവിൻ്റെ കരത്തിലാണ്. എന്നെപ്പറ്റി കർത്താവ് കരുതുന്ന കർത്താവാണ്. എനിക്ക് വേണ്ടി കർത്താവിൻ്റെ പ്രൊവിഷൻ വലുതാണ്. അതുകൊണ്ട് തക്ക സമയത്ത് ആ കൃപ പ്രാപിക്കുവാൻ, ആ കരുണയുടെ സീറ്റിനരികിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു പോകാം. ഇപ്പൊ നമ്മൾ ഈ വായിച്ച 3 വാക്യത്തിലും നമുക്ക് ഉള്ള ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പ്രത്യേക കഴിവുകളും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന മഹാപുരോഹിതന്മാരുടെ പ്രത്യേകതയാണ് നമ്മൾ ഇനിയും വായിക്കാൻ പോകുന്നത്. ഒന്ന് വായിക്കേ. നിങ്ങൾ എല്ലാവരുടെയിലും ആ വേദഭാഗമുണ്ടെങ്കിലും എൻ്റെ സൗണ്ടിനോട് റെസ്റ്റ് കിട്ടുമല്ലോ. ഒരാൾക്ക് അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ആരെങ്കിലും പറ്റുന്നവരായിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 5 വേഴ്സസ് 1 to 5. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവനോടും സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനോടും ബലഹീന നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കും വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. അവിടെ നമ്മൾ കാണുകയാണ്, മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പം ഇവിടെ നമ്മൾ കാണുകയാണ്, ഭൂമിയിലെ മഹാപുരോഹിതന്മാരുടെ ശുശ്രൂഷ അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടവരാണ്. നമ്മൾ മുമ്പ് കണ്ടു, നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവൻ നമ്മെപ്പോലെ, ഭൂമിയിൽ ഉള്ള നമ്മെപ്പോലെ പാപം എന്ന വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുന്ന മഹാപുരോഹിതന്മാരുടെ കൂട്ടത്തിൽ പെടുന്നവനല്ല. അവനെ ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കിയത് പാപത്തിന് അവൻ്റെ മേൽ സ്വാധീനം ഇല്ലായിരുന്നു. എന്നാൽ ഭൂമിയിൽ നടക്കുന്ന മഹാപുരോഹിതന്മാരുടെ പ്രത്യേകത, അവർ ദൈവജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരാണ്. അവർക്കും പാപമുണ്ടായിരുന്നു. അവർക്കും വേണ്ടി കൂടെ അവർ യാഗം അർപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനും. അപ്പം നമ്മൾ ശ്രേഷ്ഠ മഹാപുരോഹിതനെ കണ്ടപ്പം അവൻ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തത് അവന് പാപം എന്ന വിഷയത്തിൽ അവൻ പരീക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, ഇവിടെയുള്ള ആളുകൾ പറയുകയാണ്, ഞങ്ങളുടെ മഹാപുരോഹിതന് സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാ. പക്ഷേ അവിടെ കൊടുത്തിരിക്കുകയാണ്, ആ വാക്ക് നിങ്ങൾ നോക്കിയേ, താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കുവാൻ. വെറുതെ അല്ല, അവൻ്റെ സഹതാപം കാണിക്കുന്ന മേഖല, ഞാനും ഈ അവസ്ഥയിലുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ സഹതാപം കാണിക്കുന്നു.
യേശു സഹതാപം കാണിച്ചത് ഞാനും ഇങ്ങനെയുള്ളവൻ എന്നുള്ളത് കൊണ്ടല്ല. യേശുവിന് വേണമെങ്കിൽ ഈ ഭൂമിയിൽ മരണമില്ലാത്ത അവസ്ഥയിൽ യേശുവിന് മരണമില്ലാതെ തന്നെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാമായിരുന്നു. പക്ഷേ യേശു തന്നെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് എൻ്റെയും നിങ്ങളുടെയും മരണം നീക്കുവാനാണ്. യേശു വന്നത് എൻ്റെയും നിങ്ങളുടെയും നിത്യമരണം നീക്കുവാൻ വന്നവനാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കയില്ല, മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് ഈ സന്ധ്യയിൽ പറയുന്ന സന്ദേശം കേൾക്കണം. ഭൂമിയിലുള്ള മഹാപുരോഹിതന്മാർ അവർ സഹതാപം കാണിക്കുന്നത് അവരും ബലഹീനരാണ്. നോക്കണം, ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. നമ്മൾ ലേവ്യ പുസ്തകം പഠിക്കുമ്പം, അതുകൊണ്ട് ഞാൻ പറയുന്നത് ലേവ്യ പുസ്തകം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദൈവജനത്തിന് വേണ്ടി കടന്നു പോകുന്നതിന് മുമ്പ് മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കും. തൻ്റെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയും. എന്ന് നമുക്കുള്ളൊരു ശ്രേഷ്ഠ, എന്തുകൊണ്ട് യേശു ക്രിസ്തു ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് ആയെന്ന് ചോദിച്ചാൽ, ശ്രേഷ്ഠ മഹാപുരോഹിതനായെന്ന് ചോദിച്ചാൽ, അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അല്ല അവൻ യാഗമായി തീർന്നത്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പം നമുക്ക് ആ വാക്യത്തിൽ അങ്ങനെ കാണാൻ കഴിയും. യേശുവിനെ ദൈവം തന്നെയാണ് നിയമിച്ചത്. അത് മാത്രമല്ല, യേശു നിത്യരക്ഷയുടെ കാരണക്കാരനാകുന്നു. അവൻ്റെ പൗരോഹിത്യം നിത്യമാണ്. ഇനി നമുക്കത് കാണാൻ കഴിയുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും, യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീർന്നത് വിളിക്കാതെയായതാണോ? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വിളിയുണ്ട്, ഒരു കോളിംഗ് ഉണ്ട്, അതിന് കുറേയേറെ കാര്യങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്. വെറുതെ ഒരാളെ അങ്ങ് മഹാപുരോഹിതനാക്കിയല്ല. അതിനുവേണ്ടി പല പല പ്രത്യേകമായ എത്രയോ പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിലൂടെ കടന്നുപോയി അവൻ ഏറ്റവും അതിന് യോഗ്യനാകുന്നു എന്ന് തോന്നുമ്പോഴാണ് അവനെ ഹൈ പ്രീസ്റ്റ് ആക്കുന്നത്. അപ്പം ആ വിളി അവനുണ്ട്. അവൻ്റെ നെറ്റിമേൽ എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹോളി പേഴ്സൺ എന്നുള്ള പേരാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ എന്ന മേലെഴുത്ത് അവൻ്റെ മേലുണ്ട്. ദൈവം അവനെ വിളിച്ചതാണ്. അപ്പം ഈ എബ്രായ ലേഖന കർത്താവ് ഇത് വെറുതെ പറഞ്ഞു പോകുകയല്ല, പറയുകയാണ് നമ്മുടെ മഹാപുരോഹിതനായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിന് എങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, ഔവണ്ണം ക്രിസ്തുവും സ്വതവേ അതെടുത്തതല്ല. ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നത് ദാവീദിലൂടെ പറഞ്ഞതായ സന്ദേശത്തെ എബ്രായ ലേഖനകർത്താവ് എടുത്ത് പറയുകയാണ്, പുത്രൻ സ്വതവേ എടുത്തതല്ലത്, പിതാവ് അവന് കൊടുത്തതാണ്. എന്നിട്ട് അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്നും പറയുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് പറയുന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ദൈവം വിളിച്ചിരിക്കുന്നു. ഇനിയും ദൈവം പുത്രനെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള ശുശ്രൂഷയാണെന്നറിയാമോ? അഹരോന്യ പൗരോഹിത്യമല്ല യേശുവിനുള്ളത്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിത ശുശ്രൂഷ. എന്താണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള? അവന് വംശാവലിയില്ല, അവന് അന്ധമില്ല. മൽക്കീസദേക്കിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത, മൽക്കീസദേക്ക് ആരിൽ നിന്നും ആ ശുശ്രൂഷ ഏറ്റെടുത്തതല്ല. മൽക്കീസദേക്കിന്റെ ശുശ്രൂഷ മറ്റാർക്കും കൈമാറിയിട്ടില്ല. അതാണ് മൽക്കീസദേക്കിന്റെ ശുശ്രൂഷ. സാലേമിലെ രാജാവായിരുന്ന മൽക്കീസദേക്ക് ഒരേ സമയം രാജാവും പുരോഹിതനുമായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ അരികിലേക്ക്
അവൻ്റെ അടുത്ത് ചെന്ന് അപ്പവും വീഞ്ഞുമായി അവനെ എതിരേറ്റത്? യേശുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ഒരു പഴയ നിയമത്തിലെ ശരിക്കും ഒരു ടൈപ്പാണ് മൽക്കിസദേക്ക്. മൽക്കിസദേക്ക് ചെയ്തത് എന്താണ്? അബ്രഹാം തനിക്കുള്ളതിലൊക്കെയും മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. സകലത്തിലും പഴയ നിയമത്തിൽ സകലത്തിലും ദശാംശം മേടിക്കുവാൻ റൈറ്റ് ഉള്ളത് ലേവ്യർക്കാണ്. അപ്പം അബ്രഹാം, ഇസ്രായേൽ മക്കളുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ടൈത്ത് കൊടുക്കുകയാണ് മൽക്കീസദേക്കിന്. ഇത് മാത്രമല്ല, മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും അബ്രഹാമിന് നൽകുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ അവിടെ എടുത്തിട്ട് മൽക്കീസദേക്കിന്റെ ശുശ്രൂഷയെ പറ്റി പറയുന്നു. അവൻ ആ ശുശ്രൂഷ ഏറ്റെടുത്തത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പാരമ്പര്യമായി സ്വീകരിച്ചതല്ല. അവനെ ദൈവം നിയമിച്ചു. അവൻ്റെ ശുശ്രൂഷയ്ക്ക് അന്തമില്ല. അതുകൊണ്ട് നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്നത് യേശു സകലരിലും വലിയവൻ, വലിയവൻ, വലിയവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ യേശുവിനെ തുല്യമായി ഒരു ശുശ്രൂഷയെ കാണുന്നത്. നിങ്ങൾക്കാർക്കും ഡൗട്ട് ഉണ്ടാകരുത്. മറ്റിടത്തേക്കും യേശു ദൂതന്മാരെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, മഹാപുരോഹിതന്മാരെ വലിയവൻ. യേശുവിൻ്റെ പൗരോഹിത്യത്തെ പറ്റി പറയുന്നത് യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം യേശു ഇന്നലെയും, അതുകൊണ്ടാണ് എബ്രായർ 13:8 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാകുന്നു. മറ്റുള്ള പുരോഹിതന്മാർ അഹരോന്റെ മരണശേഷം അഹരോന്റെ പുത്രന്മാർ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷം പാരമ്പര്യമായി അവരുടെ തലമുറകൾ ഒന്നിനു ശേഷം ഒന്നായി വരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കലായി അവൻ പരമയാഗമായി തീർന്നു. ഇവിടെ പുരോഹിതനും അർപ്പിക്കപ്പെട്ടവനും, പഴയ നിയമത്തിൽ പുരോഹിതനുണ്ട്, അർപ്പിക്കപ്പെട്ട മൃഗമുണ്ട്. ഇവിടെ അർപ്പകനും അർപ്പിക്കപ്പെട്ട മൃഗത്തിന് അല്ലെങ്കിൽ രക്തത്തിന് അത് കൊടുത്തവനും എല്ലാം ഒരുവനായി നിൽക്കുമ്പോൾ നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അവൻ്റെ ശുശ്രൂഷ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അത് താഴോട്ട് പറയുന്നു, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നോക്കണം, യേശു, ഈ വാക്യം നമ്മൾ ദീർഘമായ സമയം നിന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ജസ്റ്റ് പറഞ്ഞു വിട്ടു പോവുകയാണ്. നമ്മുടെ സഭാരാധനയിലെ കൂട്ടായ്മകളിലൊക്കെ കടന്നു വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സിജറ്റിക്കൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ രീതിയിലുള്ളൊരു പഠനം നമുക്ക് പിന്നീട് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാനിതിനെ കണക്ട് ചെയ്തങ്ങ് പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഉള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആരിൽ നിന്ന് സ്വീകരിച്ചതല്ല, അവൻ ആർക്കും കൈമാറാൻ അവൻ്റെ സക്സസർ പിന്നെ വന്നിട്ടില്ല. അതുപോലെ യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു എടുത്തിരിക്കുന്ന യേശുക്രിസ്തു ദാവീദിൻ്റെ അല്ലെങ്കിൽ ട്രൈബ് ഓഫ് ജൂഡയിൽ നിന്നാണ് മാനുഷികമായി എടുത്തു കഴിഞ്ഞാൽ വന്നത്. അവിടെ പൗരോഹിത്യമില്ല. പൗരോഹിത്യമുള്ളത് ലേവ്യ ഗോത്രത്തിലാണ്. യേശു എടുത്തിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് അവന് നൽകിയതാണ്. പിതാവ് അവനെ ജനിപ്പിച്ചു, പിതാവ് അവന് നൽകി. അവന് നൽകിയിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഓർഡർ ഓഫ് മൽക്കിസദേക്കാണ്. അവനിൽ നിന്ന് ഇനി ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതുവരെ ചെയ്ത ശുശ്രൂഷകളിലൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി പിതാവ് ചെയ്ത ശുശ്രൂഷ, അതിനുശേഷം വീണ്ടും ആ വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ മഹാപുരോഹിതൻ മരിച്ചു പോയെങ്കിൽ അതേ വ്യക്തി വീണ്ടും കടന്നു ചെല്ലുന്നത് തൻ്റെ മകൻ്റെ അരികിലേക്കാണ്. ഇങ്ങനെ കൈമാറി പോകുന്ന ഒരു മഹാപുരോഹിത ശുശ്രൂഷയല്ല യേശു ചെയ്യുന്നത്. നമ്മുടെ എല്ലാ പാപങ്ങൾക്കും എന്നേക്കും പരിഹാരകനായി ഒരുവൻ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. ഇനിയും പറയുന്നു, യേശു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട് അപേക്ഷിച്ചു. അവിടെ വായിക്കുന്നത്, എന്നിട്ട് ഉത്തരം ലഭിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥനകൾക്കുള്ള മറുപടി കാണുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു മറുപടി. യേശുവിന്
യേശു പിതാവിനോട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. യേശുവിന് കാൽവറി ക്രൂശിൽ മരിക്കേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മുടെ ഉള്ളിലൊരു ഡൗട്ട് വരും, ഭയഭക്തി പൂണ്ട് യേശുവിന് അതിന് ഉത്തരം ലഭിച്ചു. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട് സാധാരണ ഒരു അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ഒരു പുരോഹിതൻ അപേക്ഷിക്കുന്നത് പോലെ അപേക്ഷിച്ചു. അപേക്ഷയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് പറയുന്നത് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം സംഭവിച്ചില്ല എന്നുള്ളതല്ല, മരണം ഭൂമിയിൽ അനിവാര്യമായിരുന്നു. നമ്മൾ ഈ സുവിശേഷം വായിച്ചു വരുന്ന ഉടനെ ഓരോരോ ഭാഗത്തും ഈ എഴുത്തുകാർ, പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്നത്, എഴുത്തുകാരൻ ഈ ഓരോ വ്യക്തികളുടെയും വായിൽ ആ വാക്ക് കൊടുത്ത് പറയിപ്പിക്കുന്നുണ്ട്. കാരണം അവിടേക്കും മഹാപുരോഹിതൻ പറയുന്നുണ്ട്, ജനത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലത്. അപ്പം ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണം പാപികളുടെ വീണ്ടെടുപ്പിനും മാനവരാശിയുടെ വീണ്ടെടുപ്പിനും അനിവാര്യമായിരുന്നു. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ മറ്റൊന്നുമില്ലായിരുന്നു. ഭൂമിയിൽ നടന്ന യാഗങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ, അതിന് കൂടെ അതുപോലെ തന്നെ ഒന്ന് വെക്കാൻ പലതരം യാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ യാഗം പരിപൂർണമായ യാഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ പാപമില്ലാത്ത, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത, പാപമൊഴികെ സകലത്തിൽ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട അങ്ങനെ ഒരുവൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീരുക എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യ പ്രോഗ്രാമായിരുന്നു. താഴോട്ട് നോക്കാം. ഇതിനെപ്പറ്റി പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നമുക്കൊരു നല്ല മോഡലാണ് വെച്ചത്. നിത്യരക്ഷയ്ക്ക്, എറ്റേണൽ സാൽവേഷന് he became source for the eternal salvation. നിത്യരക്ഷയ്ക്ക് വേണ്ടി അവൻ എന്നേക്കുമായി അവനൊരു കാരണമായി തീർന്നു. അതാണ് ക്രിസ്തു സംഭവം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം ഇന്നും വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾക്ക് പര്യാപ്തമാണ്. അത് യേശുവിൻ്റെ രക്തം സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിൻലെസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും അതിലിട്ട് കുളിപ്പിക്കുക എന്നുള്ളതല്ല. യേശുവിൻ്റെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അത് എനിക്ക് എന്തായിട്ട് മാറുന്നറിയാമോ? ഇതെൻ്റെ രക്ഷയ്ക്ക് കാരണമായി മാറുന്നു. അപ്പം രക്ഷ അവിടെ കംപ്ലീറ്റ് ആയോ? അവിടെ ആകുന്നില്ല. അത് നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം വന്ന് തീരുന്നത് പോലെ അത് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ മാത്രമേ ആകുന്നുള്ളൂ, നമ്മുടെ നീതീകരണം മാത്രമേ ആകുന്നുള്ളൂ. ഇനിയും 2 ഘടകങ്ങളൂടെ അവിടെ ശേഷിച്ചിരിക്കുന്നു. അതേതാണ്? നമ്മുടെ ശുദ്ധീകരണം നടക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ആദാമി വർഗത്തിലൂടെ നമുക്ക് ലഭിച്ചതായ പാപത്തിൻ്റെ പരിഹാരകനായി യേശു മരിച്ചു. എന്നാൽ ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന കറ, ചുരുക്കം, വാട്ടം, മാലിന്യം, ഇങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവയിലും പാപപ്രവർത്തികളിലൊന്നും വീണു പോകാതിരിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിലാലും ഞാൻ കഴുകൽ പ്രാപിക്കുകയാണ്. അതാണ് ശുദ്ധീകരണം. പുറത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടോ നമ്മൾ പിടിപ്പിക്കുന്ന ഏതെങ്കിലും മോടികൾ കൊണ്ടോ ഉള്ളതല്ല ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി അത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതാണ്, അകത്ത് നടക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധീകരണം നടക്കുന്നു. ആ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജ് നമ്മുടെ മരണം വരെ അത് നടക്കും. അങ്ങനെ മരിക്കുന്നവർക്കാണ് കർത്താവ് എന്ത് വെച്ചിരിക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അതാണ് തേജസ്കരണം. ആ തേജസ്കരണത്തോടു കൂടിയാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്നത്. ഒരു വ്യക്തി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ജീവിച്ചു കഴിഞ്ഞാൽ രക്ഷ ആ വ്യക്തിയിൽ സമ്പൂർണ്ണമാകുകയില്ല. ആർക്കും കൺഫസ് ചെയ്യാൻ കഴിയും. കൺഫസ് ചെയ്തിട്ട് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നാം നടക്കണം. അപ്പം നമ്മളിവിടെ താഴോട്ട് വായിക്കുന്നത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്.
യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന നാമം അഹരോന്യ പൗരോഹിത്യം എന്നല്ല, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തട്ടിപ്പറിക്കാൻ കഴിയാത്ത, ആർക്കും റാഞ്ചിക്കൊണ്ട് പോകാൻ പറ്റാത്ത, ആർക്കും കസാറ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത പൗരോഹിത ശുശ്രൂഷയാണ് യേശുവിനുള്ളത്. യേശു ശുശ്രൂഷ ചെയ്തിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ മുഴുവൻ ചെയ്തു. പഴയ നിയമത്തിൽ ഒരു ശുശ്രൂഷകനും ആലയത്തിൽ ഇരിക്കുവാൻ ഒരു ഇരിപ്പിടമില്ല എന്ന്, കാരണം ഇരിപ്പിടമിടേണ്ട ആവശ്യം അവിടെ ഇല്ല എന്ന്, കാരണം അവർക്ക് ഇരിക്കാൻ സമയം ലഭിക്കുകയില്ല. അവർ നിരന്തരം ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നിട്ട് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ള രക്ഷ യേശു പൂർണ്ണമാക്കി തന്നു. അതുകൊണ്ട് കർമ്മമാർഗത്താലോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാലോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മമാർഗം കൊണ്ടോ മോക്ഷമാർഗം കൊണ്ടോ ഒന്നും രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് എനിക്ക് രക്ഷയുടെ അനുഭവത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. എനിക്ക് രക്ഷയ്ക്ക് നിദാനമായി നിൽക്കുന്നത് വിശ്വാസമാണ്. രക്ഷിക്കപ്പെടുവാൻ എനിക്ക് ദൈവം തന്നിരിക്കുന്ന മാർഗം വിശ്വാസമാർഗമാണ്. താഴോട്ട് പെട്ടെന്ന് ഞാൻ പോട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിക്കുവാൻ വിഷമം. അപ്പം ഇതിനെപ്പറ്റി ഈ ഭാഗം ഇത് വായിച്ചിട്ട് പല ചിന്തകരും പറയുന്നത് ഇതൊരു എവിടോ പ്രസംഗിക്കപ്പെട്ട ഒരു സന്ദേശമാണ്, പിന്നീട് ലേഖനമായി എഴുതപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസമാണ് പലയിടത്തുമുള്ളത്. ഇത് ഏതോ ഒരു കൂട്ടായ്മയിലോ ഏതോ ഒരു സ്ഥലത്തോ എബ്രായ ലേഖനം എന്ന് പറയുന്ന ഈ പുസ്തകം ഏതോ ഒരു കോൺഗ്രിഗേഷനിലെ ഒരു മെസ്സേജ് ആയിരുന്നുവെന്നും അത് പിന്നീട് ലേഖനമായി എഴുതപ്പെട്ടു എന്നും വിശ്വസിക്കുവാൻ കാരണമായി തീർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ എഴുത്തുകാരൻ പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കേൾക്കുവാൻ നിങ്ങൾ മാന്ദ്യമുള്ളവരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ആകത്തില്ല. കാരണം നിങ്ങൾ ഇന്ന് ചിന്തിച്ചിരിക്കുന്നത്, കാരണം ഇവരിൽ നല്ല ശതമാനം ആളുകളും ഇത് വിട്ടിട്ട് പിന്മാറിപ്പോകാൻ നിൽക്കുന്നവരാണ്. ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഈ ക്രിസ്തീയ മാർഗത്തിൻ്റെ പ്രാധാന്യത ഇവരെ അറിയിക്കുന്നത്. അപ്പോൾ ഇവരിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തെന്നല്ലാത്ത ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇവിടെ നിർത്തുന്നത്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ച് തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായിട്ടുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പറയുകയാണ്, കാലം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഉപദേഷ്ടാക്കന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ ഞാൻ എഴുതിയിരിക്കുന്ന ലേഖനം പോലെയുള്ള ലേഖനമോ ഞാൻ പ്രസംഗിച്ച പ്രസംഗം പോലെ പ്രസംഗമോ പറയുവാൻ ആ ലെവലിലായി തീരേണ്ടവരാണ്. കാലം വെച്ച് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിത്തീരും. അപ്പം ദൈവമക്കളെ, ഈ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വം കൂടുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുകയാണ്. പ്രായം മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ കടന്നു വരുന്ന യങ് ജനറേഷൻ നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു മെസ്സേജുണ്ട്. നമ്മളിൽ നിന്ന് അവരൊത്തിരി പഠിക്കേണ്ടതായിട്ടുണ്ട്. കാലം വെച്ച് നോക്കിയാൽ നിങ്ങളിപ്പോൾ എല്ലാവരും ടീച്ചേഴ്സായി തീരേണ്ടവരാണ്. പക്ഷെ നിങ്ങളിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യത്തെ 6 മാസത്തോളം ലിക്വിഡായിട്ടുള്ള പാല് മാത്രമാണ് ആ കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പം ഈ പാല് മാത്രമാണ് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇപ്പം 6 മാസം മാത്രമായ മനുഷ്യനാണോ? ആണോ? വിശ്വാസിയാണോ? ആണോ? പക്ഷേ ഏത് സ്റ്റേജിൽ മാത്രം നിൽക്കുക? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്കൊരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞ് 30 വയസ്സായാലും ഈ സ്റ്റേജിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്നൊരു വിഷമം ഒന്ന് ഓർത്ത് നോക്കി. കുഞ്ഞിന് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം അങ്ങനെ അല്ലയോ? നമ്മളെല്ലാം ഒരു 6 മാസം കഴിയുമ്പോൾ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം പതുക്കെ പതുക്കെ കൊടുത്ത് അവർ പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിച്ച് നമ്മൾ കഴിക്കുന്ന എരിയും പുളിയും രുചിയും ഉള്ളതെല്ലാം കഴിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാർ, അപ്പം യഹൂദന്മാരുടെ പ്രായം വെച്ച് ഞാൻ പറയാം, കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഇപ്പം
30 വയസ്സ് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഏജ് 30ആണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു, യോഹന്നാൻ സ്നാപകനൊക്കെ ആ ഏജിലാണ് വരുന്നത്. 30-ാമത്തെ വയസ്സാണ് പബ്ലിക്കലി ഒരാളെ റബ്ബിയായിട്ട് അംഗീകരിക്കുക, ഒരു ടീച്ചറായി അംഗീകരിക്കുന്നത്. നിങ്ങളെല്ലാം കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 10-30 വർഷമായിട്ട് നിങ്ങൾ ഈ കൃപ എന്ന് പറയുന്ന അനുഭവത്തിൽ പോകുന്നവരാണ്. പക്ഷെ നിങ്ങളിപ്പോഴും ഒന്ന് കമന്ന് വീഴാൻ പോലും കഴിയാത്ത രീതിയിൽ പാല് മാത്രം കുടിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുകയാണ്. അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എഴുത്തുകാരൻ പറയുകയാണ്, നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ചിരിച്ചു കാണിക്കുന്നുണ്ട്. നമ്മളുണ്ടല്ലോ, ഒരു 6 മാസമായ കുഞ്ഞിനോട് നമ്മളെന്തൊക്കെയോ പറയുന്നു, കുഞ്ഞിനൊന്നും മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും കുഞ്ഞിന് ആ ഏജിലുള്ള എന്തെങ്കിലും കാര്യം ഓർത്തിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതുപോലെ നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യം പറയുന്നു, നിങ്ങൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്നു, നിങ്ങൾ ഹാപ്പിയാണെന്ന് കാണിക്കുന്നു, പക്ഷെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, അതുകൊണ്ട് പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. അപ്പം അവൻ ആരാണെന്നറിയാമോ? അവൻ ശിശുവാണ്. അതുകൊണ്ട് കട്ടിയായിട്ടുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് അത് പറ്റുകയുള്ളൂ. ആർക്കേ ഇത് പറ്റുകയുള്ളൂ? ഇച്ചിരൂടെ വളർച്ച പ്രാപിച്ച് ഈ പറയപ്പെട്ട തലങ്ങളിലേക്ക് നമ്മുടെ ബോഡി ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് കട്ടിയായിട്ടുള്ളത് കഴിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പം ദൈവവചനത്തിൻ്റെ ഉപദേശം നമ്മളെന്നും ആ എലമെൻ്ററി ടീച്ചിങ്സിൽ മാത്രം കിടക്കാതെ, അതുകൊണ്ടാണ് 6-ാം അധ്യായം തുടങ്ങുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, എലമെൻ്ററി, അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ എടുക്കാമെങ്കിലും ഞാൻ പിന്നെ പറയാം, therefore living the elementary teaching about Christ. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? ശ്രമിക്കുക. അപ്പം യേശു നല്ലവനാണെന്നും യേശു രോഗങ്ങൾക്ക് സൗഖ്യദായകനാണെന്നും അറിയുന്ന അറിവല്ല നമുക്ക് ആവശ്യം. അത് ലോകത്തിലെ ഇതര മതങ്ങളിലുള്ളവരും വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഡിവൈൻ വർക്കിനെ ആരും തള്ളിക്കളയുന്നില്ല. യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്നും യേശു മിറക്കിൾസ് ചെയ്തെന്നും വെള്ളത്തിന് മുകളിലൂടെ നടന്നെന്നും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അതെല്ലാം എലമെൻ്ററി ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള എലമെൻ്ററി ടീച്ചിങ്സ് അല്ല പക്വതയിലേക്ക് വരുവാനുള്ള ദൈവമക്കൾക്ക് വേണ്ടിയുള്ളത്. പക്വത പ്രാപിക്കണമെങ്കിൽ യേശു എന്തിനു വേണ്ടി ഈ ഭൂമി വന്നു? അവൻ ആരാണ്? അവൻ മഹാപുരോഹിതന്മാരിലും വലിയവനാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് പേരെ നിങ്ങൾ വാ, നമ്മുടെ കൂട്ടായ്മയിലേക്ക് വാ, അവിടെ അത്ഭുതങ്ങളുണ്ട് എന്ന് വിളിക്കുന്നവരല്ല. നമ്മളവരെ വിളിക്കേണ്ടത് നമുക്ക് യേശു ക്രിസ്തുവിനെ അടുത്തറിയുവാൻ നിങ്ങൾ വാ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എലമെൻ്ററി ടീച്ചിങ്സിൽ എന്നും കിടക്കുവാനല്ല, അത് വേണ്ട എന്നുള്ളതല്ല. എലമെൻ്ററി ടീച്ചിങ്സ് വിട്ട് നമ്മൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ നാം ശ്രമിക്കണം. നമ്മളെ കർത്താവ് വിളിച്ചത് എന്തിനാണ്? കർത്താവിൽ പക്വതയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ. സാഹചര്യങ്ങളെ കാണുമ്പോൾ ശിശുക്കളെ പോലെ പ്രതികരിക്കുവാനോ ശിശുക്കളെ പോലെ ആയിത്തീരുവാനുമല്ല, കാര്യങ്ങളെ വിവേചിച്ചറിയുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ നടത്തുന്നുള്ള ഉത്തമ ബോധ്യത്തോടെ രക്ഷകനായ കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുവാൻ, യേശു ആരാണെന്നും രക്ഷ എന്താണെന്നും ആർക്കാണ് കർത്താവ് രക്ഷ നൽകിയതെന്നും രക്ഷയെ മറ്റുള്ളവരോട് എങ്ങനെ അറിയിക്കണമെന്നും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ തിരിച്ചറിയുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും.